ഇന്ന് ഒരുപാട് പ്ലാനിങ് ആയിട്ട് ഇറങ്ങിയതാണ്. ഗുരുവായൂർ ഒന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാനും നന്ദു മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഗുരുവായൂർ ചെന്നിട്ട് അവരെയൊക്കെ ഒന്ന് കാണാം, അനിയനെയും വൈഫിനെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോയി. ബേക്കറിയിലൊക്കെ കയറി, കുട്ടിയുള്ളതാണല്ലോ, അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ അതും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി വന്നപ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു മിഠായി പാക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൈ പിടിച്ചിട്ടാണ് ഞങ്ങൾ ഈ പോണത്. അപ്പോൾ ഉച്ച കഴിഞ്ഞ സമയമാണ്, എല്ലാവരും ഉറങ്ങുകയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഇവിടെ വന്ന് വാലൊക്കെ തുറന്ന് നോക്കുമ്പോൾ അമ്മി ഉറങ്ങുമായിരുന്നു. അവളെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ വിളിച്ച് എണീപ്പിച്ചതാണ്. അപ്പോഴാണ് അറിയണത് നിൻ്റെ നാത്തുവിൻ്റെ പിറന്നാളായിരുന്നു എന്നുള്ളത്. ഞങ്ങളത് അറിയാതെ കയറി ചെന്നതാണ് കേട്ടോ. അറിഞ്ഞൊരു കേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഒന്നും കൂടി കളർഫുള്ളാക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ചക്കപ്പായസം ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ താഴെ കമൻറ്റ് വരും, ഞാൻ ചെന്നോടത്തും നിന്നോടത്തൊക്കെ ചക്കയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ ട്വിൻസാണ് കേട്ടോ, അവിടെ ഒരാൾ ഇവിടെ ഒരാൾ. അപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ചക്കപ്പായസം കിട്ടി. പിന്നെ അപ്പോഴാണ് കോള് വന്നത്, അച്ചുവിന് പനിയായിട്ട് വയ്യാതിരിക്കുകയാണ്. ഞങ്ങൾ പോരുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ അവനെയൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇപ്പം ഇന്ന് പോയ കാര്യങ്ങളൊന്നും നടന്നില്ല. എന്തായാലും അവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയെന്നുള്ളത് മാത്രം. അപ്പോൾ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുകയില്ലേ, അപ്പോൾ അതിനുള്ള സാധനങ്ങളും സാമഗ്രികളൊക്കെ പിന്നെ പോയി വാങ്ങണം.